ശ്വേതാജി, ഇവിടെ വലിയൊരു പ്രശ്നം ഇങ്ങനെ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. നമ്മളിങ്ങനെ സൗഹൃദം, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, അത് ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇൻ ബിറ്റ്വീൻ കുറെ പരാതികൾ, വിഷമങ്ങൾ ഒക്കെ നമ്മൾ കേട്ടു. ബ്രേക്കപ്പ് ആയോ? ബ്രേക്കപ്പും തമ്മിത്തല്ലും അങ്ങനെ ഭയങ്കര ബഹളങ്ങളാണ് നടക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു വീഡിയോ, നമ്മുടെ CCTV വഴി ഞാനൊരു വീഡിയോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ശ്വേതാജിയെ കാണിച്ചു തരാം. ഓക്കെ? യെസ്, ഒരു പരാതി പറച്ചിലാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നോക്കാം. ഒറ്റയ്ക്കിരിക്കുവാണോ? എന്തു പറ്റി? എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ ഉടക്കിട്ടു. ഏത് ബെസ്റ്റ് ഫ്രണ്ട്? അവള് ഇന്ന് രാവിലെ ഫോണായിട്ട് ഇത് ഗെയിം കളിച്ചോണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പാടിയാണ്, എനിക്ക് കളിക്കാൻ ബോറടിക്കുന്നു, ഫ്രീ ടൈം അല്ലേ. എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അവൾ എന്നോട് ചീക്സ് ഇട്ടു. ചീക്സ് ഇട്ടെന്ന് വെച്ചാ? കട്ടീസ് ഇട്ടു. പക്ഷെ അവള് മിണ്ടിയ ഞാൻ ഷൂട്ടിങ്ങിന് വരാം. വിഷമായോ ശരിക്ക്? അപ്പൊ ഭയങ്കര വിഷമാണ്. ഇങ്ങോട്ട് വരൂ, നോക്കട്ടെ വിഷമം മാറിയോന്ന്. അപ്പൊ ഭയങ്കര സങ്കടത്തില് വലിയൊരു ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടാണ് വഴക്കൂട്ട. ശരിക്കും എന്താ പ്രശ്നം ഒന്നുകൂടെ പറയൂ. ഫോൺ മേടിച്ചപ്പോ ഒരു ദിവസം ഇന്ന് രാവിലെ അവള് ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരുന്നത്. അപ്പോഴത്തേക്കും അവളോട് പറഞ്ഞു, എടി എനിക്ക് ബോറടിക്കുന്ന വാടി കളിക്കാമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഫോണൊന്ന് കളിച്ചോട്ടെ, ഇപ്പം കിട്ടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിച്ച്. അപ്പോൾ അപ്പോഴത്തേക്ക് അമ്മയോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ചീക്സ് ഇട്ടു. ഓ, അമ്മയടുത്ത് പരാതി. ചീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വഴക്ക്, കട്ടീസ്. നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു. ശ്വേതാജി എങ്ങനെയായിരുന്നു? നമ്മളും ഇങ്ങനെ തന്നെ. ആണോ? അപ്പൊ ഞാൻ കുറച്ച് പഴയ ആളാണോ? ശരി, എന്തായാലും വഴക്ക് കൂടിയ ആള് മീനൂട്ടിയാണ്. മീനൂട്ടി ഇങ്ങ് വരൂ. മീനൂട്ടിക്ക് ഇത്ര പെട്ടെന്ന് കട്ടീസ് കൂടാൻ എന്താ കാരണം? ശരിക്കും ആരുടെ ഭാഗത്താ തെറ്റ്? പറയൂ. ഭാഗത്താണ്. അല്ല, അവളെ ഭാഗത്താണ് തെറ്റ്. അവളാണ് എന്നെ കളിക്കാൻ വിളിച്ചിട്ട് വരാത്തത്. അതെന്താ കളിക്കാൻ? അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കളിക്കാനല്ല. അപ്പൊ കുഴപ്പമില്ല, ഇത് ഞാൻ കളിച്ച് കഴിഞ്ഞിട്ടല്ലേ ഇതെല്ലാം നടന്നത്. അപ്പൊ കളിച്ചിട്ട് കഴിഞ്ഞു, കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പരിപാടിയെല്ലാം ചെയ്ത് കുറച്ച് ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ കണ്ടു. എന്താ വെച്ചാൽ ഇനി ഓടിയാൽ വേർക്കും, മേക്കപ്പ് ചെയ്തിരിക്കുക. ഞാൻ ഓടുന്ന കളിയല്ലേ, എന്നാലും സ്റ്റോൺ പേപ്പർ സിസറെങ്കിലും കളിക്കാമല്ലോ. ഓടിയ വേർക്കും, അതൊരു അത് മാത്രമല്ല, ഞാൻ ഇവിടെ കളിക്കാനല്ല വന്നത്. എന്നിട്ട് അല്ല, ഞാൻ കളിക്കാൻ അല്ലേ പറഞ്ഞോളൂ. ഇത് പറഞ്ഞില്ല സ്റ്റോൺ പേപ്പർ ആണെന്ന്. ഓ, പറഞ്ഞില്ല സ്റ്റോൺ പേപ്പർ ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ മീനൂട്ടി വിചാരിച്ചു ഓടിക്കളിയാണെന്ന്. അത് ചോദിക്കാലോ, എന്തോ കളിക്കുക. ഓടിക്കളിക്കുകയാണെങ്കിൽ വേണ്ട എങ്കിൽ പറയാലോ. പറയാലോ. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതെന്തെന്ന് വെച്ചാൽ ഒരു ഓടിക്കളി എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഗെയിമുണ്ട്, അത് ഓടിക്കളിക്കുന്ന 1 മിനിറ്റ് അങ്ങ് തെറ്റിയാ അപ്പൊ ഇടിക്കോ കുറെ ഡിസ്റ്റർബ് ചെയ്തു. മീനൂട്ടി പറയുന്നത് ഇഷയുടെ ഭാഗത്താണ് തെറ്റെന്ന്. ഇഷ പറയുന്നു മീനൂട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്ന്. കാരണം മീനൂട്ടി എന്താ ചെയ്തത്? മീനുവിനെ ഞാൻ വിളിച്ചിട്ട് മീനു വന്നില്ല. ഇഷ എന്ത് ചെയ്തു? അപ്പോ ഞാൻ ഫോൺ കളിക്കാനകത്ത് ഇവള് വിളിച്ചു ഇറിറ്റേഷൻ ആക്കി. പിന്നെ അമ്മ എടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ കട്ടിയിട്ടു. പറഞ്ഞു ഈശ ഈ മീനു തരുന്നില്ല, അതുകൊണ്ട് ഒന്ന് തരാൻ പറയും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ എനിക്ക് തരാൻ കൊടുപ്പില്ല. പിന്നെ ഒരു ഭാഷ മിണ്ടിയിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടില്ല. അമ്മയടുത്ത് പറഞ്ഞു മിണ്ടിയിടാൻ. അമ്മയും പറഞ്ഞു. രണ്ടാമത്തെ ഭാഷ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയിട്ട്. പിന്നീട് വേറെന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെന്താണ്? മറന്നുപോയി. വേറെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, അത് മറന്നുപോയി. പക്ഷെ ശരിക്കും എനിക്ക് തോന്നിയത് വിഷമം, ഇറിറ്റേഷൻ ചെയ്തു. അതാണ് ഇറിറ്റേഷൻ. പിന്നെ അത് മാത്രല്ല, അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് മീനൂട്ടിക്ക് വിഷമായത്. പിള്ളേരുടെ വഴക്ക് പിള്ളേരുടെ അടുത്ത് തീർക്കണം, അങ്ങനെയാണോ? അതല്ല, ഞാൻ വിഷയം ഉണ്ടാക്കിയ വഴക്ക്. അത് അമ്മ രണ്ടുപേരും കൂടെ സീരിയസ് ആയി എടുത്ത് നിർത്തണം. അതല്ലാതെ അമ്മയെ അടുത്ത് എന്തിനാ പറയണേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാമായിരുന്നു. പക്ഷെ അവളെ ഡിസ്റ്റർബ് എടുത്തെന്ന് പറഞ്ഞാൽ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ. പക്ഷെ മാതാപിതാക്കളല്ലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ ശ്വാസകുട്ടിക്ക് അയ്യോ നെഞ്ചുവേദന എന്താന്ന് ഒരാള് മനസ്സിലായില്ല ശരിക്കും. അങ്ങനെയല്ല, അതായത് അമ്മമാരുടെ അടുത്ത് അമ്മയും അച്ഛനും ഒക്കെ ആണല്ലോ കുട്ടികളുടെ വഴക്കിൽ ഇടപെട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഇഷ വിചാരിച്ചത്. കുഞ്ഞു വഴക്കല്ലേ ഇങ്ങനെ ഫോണെല്ലാം കാണുന്നത്, അത് വലിയ സീരിയസ് ആയി അമ്മ അടുത്തെല്ലാം പറയാനുള്ള ആവശ്യം. സീരിയസ് ആയി പറഞ്ഞല്ലോ, ചുമ്മാ ഇതായിട്ടല്ലേ പറഞ്ഞോളൂ.
വലിയ ദേഷ്യത്തിലൊന്നും ശ്വേതാജി എന്നെ ഒന്ന് രക്ഷിക്കോ? ഇതൊന്നും കഴിയൂല ഇതൊന്നും കഴിയൂല. രണ്ടാളും രണ്ടാളുടെ സൈഡിൽ റൈറ്റ് ആണ്. അതെ. പക്ഷെ ഇപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ വഴക്കൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട. സോറി പോട്ടെ. സോറി, രണ്ടുപേരും സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച്